സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ ഒഴിയുന്നില്ല. നിരാഹാരം വരുന്ന വൈദികരെ പോലീസ് വലിച്ചിഴച്ചതിൽ രാവിലെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധക്കാർ ബസലിക്കയുടെ ഗേറ്റ് തകർത്തു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ബിഷപ്പ് ഹൌസിനുള്ളിൽ സമരം ചെയ്ത 6 വിമത വൈദികരെ സിനഡ് സസ്പെൻഡ് ചെയ്തു. 15 വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഞങ്ങൾ നമുക്ക് അപകടമാണ്. ഇന്ന് ഞങ്ങളുടെ ഇത്രയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത്രയും പള്ളികളിൽ കുർബാനയില്ല, ഇത്രയും പള്ളികളിൽ കല്യാണങ്ങളില്ല, എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർക്ക് മനസ്സിലാവണമല്ലോ. മനസ്സിലായ നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മൾ തുടരും. വിവരങ്ങളുമായി സിജോ വി ജോണും ലിഡിയ ജേക്കബും ചേരുന്നുണ്ട്. ആദ്യം സിജോയിലേക്ക്. സിജോ, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ? അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? സംഘർഷാവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം ഇവരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്, പ്രതിഷേധം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ തന്നെയാണ്. പക്ഷേ ഇവർ പള്ളിയിൽ അവിടെ നിന്ന് ബിഷപ്പ് ഹൗസിലേക്ക് മാറ്റി അതിനുശേഷം പള്ളിയിലേക്ക് പോകുന്നതിനുണ്ട് നമ്മൾ പള്ളിക്കുള്ളിലോട്ട് കിടക്കാൻ വന്നപ്പോഴാണ് ഇവർ മാധ്യമപ്രവർത്തകർക്കല്ലേ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന് കൃത്യമായി മനസ്സിലാകുകയും ചെയ്യുന്നില്ല. ഒരു മാധ്യമപ്രവർത്തകർ അവരുടെ സ്വാഭാവികമായി പ്രതിഷേധം മനസ്സിലാക്കുകയും നമ്മൾ പുറത്തോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിനുള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട, നമ്മൾ പുറത്തേക്ക് മാറാം എന്നുള്ള തീരുമാനത്തിലാക്കിയിട്ടുള്ളത്. എന്തായാലും മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ വിശ്വാസികളും തമ്മിലുള്ള തർക്കമാണ് കാണുന്നത്. എന്താണ് സിജോ, ഇവരെ തർക്കത്തിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? ചില മാധ്യമപ്രവർത്തകർ വിമത വിഭാഗം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. തങ്ങൾ വിമത വിഭാഗക്കാരല്ല, നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളത് ആണ് പറയുന്നത്. നമ്മളാരും പറയുന്നത് പോലെ ഇവരാരും വിമത വിഭാഗക്കാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളത് തന്നെയാണ്. വിശ്വാസികളും വൈദികരുടെ നേതൃത്വത്തിലാണ് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതെന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകർ വിമതരെന്ന് പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു തർക്കത്തിന് ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ട്. വിശ്വാസികളും മാധ്യമപ്രവർത്തകരും രണ്ട് സൈഡിലോട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് മുതൽ, ഞാൻ ഉച്ചയ്ക്കാണ് വരുന്നത്, അതിന് മുന്നേ രാവിലെ മുതൽ ഈ പ്രതിഷേധം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ്പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മുതൽ തന്നെ നമ്മളാരും ഈ പറയുന്ന വിമതർ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. വിശ്വാസികളും വൈദികരും അവരവരുടെ വിശ്വാസത്തിലെയും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധമായി വന്നിരിക്കുന്നത്. ആ കാര്യം തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും തർക്കം തുടരുകയും ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, പക്ഷേ വീണ്ടും വിശ്വാസികളുമായി തർക്കത്തിൽ വരികയാണ്. തങ്ങൾ ആരും വിശ്വാസികൾ അല്ല വിമതർ എന്ന് പറഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മളാരും വിമതരെന്ന് അവരെ ആരെയും സംബോധന ചെയ്തിട്ടില്ല. ഈ കാണിക്കുന്ന അക്രമം ഇല്ലെങ്കിൽ പള്ളിയിൽ കാണിക്കുന്ന അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിലുള്ള പ്രതിഷേധമാണോ? അതിനുള്ള പ്രതിഷേധമില്ല. കാരണം രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വൈദികർക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടികളൊക്കെ അവർ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ നൽകിയിരിക്കുന്നത്. കാരണം നമുക്ക് അതിനകത്ത് കയറി ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കില്ല എന്നുകൊണ്ട് അവരത് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ തരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ അത്തരം നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തങ്ങൾ വിമത വിഭാഗക്കാരല്ല, വിശ്വാസികൾ തന്നെയാണ് എന്നാണ് പറയുകയും ചെയ്യുന്നത്.
ഉണ്ടാക്കിയ ഒരാളെ ഇവിടെ പോലീസ് മാറ്റിയാണ്. എല്ലാവരും ഇത്തരത്തിൽ പ്രതിഷേധമായി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏതാനും ചില വിശ്വാസികൾ ആ ആളുകൾ മാത്രമാണ് ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരെ കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ വിശ്വാസികളും വൈദികരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം തന്നെ ഈ പറയുന്ന തങ്ങൾ അങ്ങനെ ആരെയും അത്തരത്തിൽ ഞങ്ങൾ ആരോടും പെരുമാറുന്നില്ല എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ടുണ്ട്. ഏതാനും ചില ആളുകളാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിയുകയും അവർക്കെതിരെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുക, ആക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുക എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ പോലീസ് ഇപ്പോൾ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ